പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഇലക്ട്രിക്കൽ ഡ്രൈവ്സിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇലക്ട്രിക്കൽ ഡ്രൈവ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ അതുപോലെ DC ഡ്രൈവ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്താണ് ഡ്രൈവ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഇലക്ട്രിക്കൽ മോട്ടോറിനെ അതിൻ്റെ മോഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് ഡ്രൈവ്സ് എന്ന് വിളിക്കാം. അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക, അതുപോലെ അതിൻ്റെ ടോർക്ക് കൺട്രോൾ ചെയ്യുക എന്നീ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡ്രൈവ്സ് എന്ന് വിളിക്കാം. അപ്പോൾ അവിടെ ഒരു കൺട്രോളിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും, അതുപോലെ ഒരു മെഷീൻ ഉണ്ടാവും, സപ്ലൈ ഡിവൈസ് ഉണ്ടാവും. നമ്മളതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള വാഷിംഗ് മെഷീന്, എയർ കണ്ടീഷൻ എന്നിവയിലും ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, ലോക്കോമോട്ടീവ്സ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ, ഹൈ പവർ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊരു ആപ്ലിക്കേഷൻസിൽ നമ്മൾ മോഷൻ കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് ഡ്രൈവ്സ് എന്ന് വിളിക്കാം. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് AC ഡ്രൈവ്സിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ AC ഡ്രൈവ്സ്, ഒരു AC മോട്ടോർ വിത്ത് മോഷൻ കൺട്രോൾ ഡിവൈസിനെ നമുക്ക് AC ഡ്രൈവ്സ് എന്ന് വിളിക്കാം. AC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി 2 മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന്, സപ്ലൈ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുക. 2, സപ്ലൈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മെഷീനിൻ്റെ പെർഫോമൻസ്, അതുപോലെ പവർ ഫാക്ടർ എന്നിവ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വോൾട്ട് പെർ ഹെഡ്സ് റേഷ്യോ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തേണ്ടതുണ്ട്. നമ്മൾ AC ഡ്രൈവ്സിൽ യൂസ് ചെയ്യുന്ന കൺട്രോളിംഗ് ഡിവൈസുകളാണ് ഒന്ന് VFD, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്, VVFD, അതായത് വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. ഈ 2 മെത്തേഡുകളാണ് നമ്മൾ AC ഡ്രൈവ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു AC ഡ്രൈവ് ഉപയോഗിച്ചിട്ട് AC മോട്ടറിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സിങ്ക്രണസ് സ്പീഡ് NS = 120 f/p ആണ്. അപ്പോൾ ഇതിൽ 120 f/p 2 രീതിയിൽ നമുക്ക് സിങ്ക്രണസ് സ്പീഡ് ചേഞ്ച് ചെയ്യാം. ഒന്ന്, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക. 2, നമ്പർ ഓഫ് പോൾസ് ചേഞ്ച് വരുത്തുക. ഈ നമ്പർ ഓഫ് പോൾസ് ചേഞ്ച് വരുത്തുക എന്ന് വെച്ചാൽ അത് ഫിസിക്കൽ സ്ട്രക്ചറിൽ നമ്മൾ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് സ്പീഡ് ചേഞ്ച് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ സപ്ലൈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ VFD ഡ്രൈവുകൾ, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സിൽ ഈ അപ്ലൈഡ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ മോട്ടോറിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജ് ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ വോൾട്ട് പെർ ഹെഡ്സ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ വെച്ചാൽ വോൾട്ട് = 4.44 Fn/m ആണ്. F എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയാണ്, N എന്ന് വെച്ചാൽ സ്പീഡാണ്, φm എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്തു, നമുക്ക് സ്പീഡ് കുറക്കണം, മോട്ടറിൻ്റെ സ്പീഡ് കുറക്കണം. അപ്പോൾ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്തു. ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്തപ്പോൾ സിങ്ക്രണസ് സ്പീഡ് കുറഞ്ഞു. സിങ്ക്രണസ് സ്പീഡ് കുറയുമ്പോൾ മോട്ടറിൻ്റെ സ്പീഡ് കുറയും, അപ്പോൾ N കുറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തിരുന്ന കൂടുതൽ വോൾട്ടേജ് ഉള്ള സമയത്ത് കൊടുത്തിരുന്ന വോൾട്ടേജ് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാം, ഫ്രീക്വൻസി കുറഞ്ഞു, സ്പീഡ് കുറഞ്ഞു, അപ്പോൾ എന്ത് കൂടും? φm കൂടും. φm കൂടുമെന്ന് വെച്ചാൽ ഫ്ലക്സ് കൂടും. ഫ്ലക്സ് കൂടിയാൽ ഈ മോട്ടോറിൻ്റെ കോർ പെട്ടെന്ന് സാച്ചുറേറ്റഡ് ആവും. അങ്ങനെ സാച്ചുറേഷൻ സംഭവിച്ചാൽ അത് മോട്ടോറിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. ഹിസ്റ്ററിസിസ് ലോസ് ഒക്കെ കൂടാനുള്ള കാരണമാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മോട്ടോറിൻ്റെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്ലക്സ് കുറക്കണം. ഫ്ലക്സ് കുറക്കണമെങ്കിൽ വോൾട്ടേജ് കുറക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ട് പെർ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ φm
ഈ കൂടുതൽ ഹൈ സ്പീഡുള്ള സമയത്ത് ഉള്ള 5M തന്നെയാണ് സ്പീഡ് കുറയുന്ന സമയത്തും വേണ്ടത്. അതായത് 5M കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ V/F റേഷ്യോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് മോട്ടോറിൻ്റെ ടോർക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം മോട്ടോർ ടോർക്ക് പ്രൊഡക്റ്റ് ഓഫ് ഫ്ലക്സ് ഇൻറ്റു റോട്ടോർ കറണ്ടാണ്. 5M ഇൻറ്റു ടോർക്ക് പ്രൊപ്പോർഷണൽ ടു 5M ഇൻറ്റു I. അതുകൊണ്ട് തന്നെ നമുക്ക് ടോർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, എല്ലാ സ്പീഡിലും ടോർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കോൺസ്റ്റൻ്റ് ഫ്ലക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഈ V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഈ V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്. ഒന്ന്, മാഗ്നറ്റിക് സാച്ചുറേഷൻ ഒഴിവാക്കാൻ വേണ്ടി 5M നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ മെഷീൻ്റെ ടോർക്ക് എല്ലാ സ്പീഡിലും കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി 5M കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് കൂടി നമുക്ക് ഈ V/F റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഒരു AC ഡ്രൈവ്, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്, അതിൻ്റെ ഫ്രീക്വൻസി 0 ടു റേറ്റഡ് ഫ്രീക്വൻസി വരെ ചേഞ്ച് ചെയ്യുന്ന ആ സമയത്തും നമുക്ക് ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തണം. കോൺസ്റ്റൻ്റ് വോൾട്ട് പെർ ഹെഡ്സ് റേഷ്യോ, V/F റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് ടോർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു AC ഡ്രൈവ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്രീക്വൻസി ചേഞ്ച് വരുത്തുമ്പോൾ അതിന് പ്രൊപ്പോർഷണലായിട്ട് വോൾട്ടേജിലും വേരിയേഷൻ വരുത്തണം. ഉദാഹരണത്തിന് ഒരു 415 വോൾട്ട് മോട്ടർ, അതിൻ്റെ 50% സ്പീഡിലാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി 25 ഹെർട്സ് ആയിട്ട്, 50 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള മെഷീൻ, അതിൻ്റെ ഫ്രീക്വൻസി 25 ഹെർട്സ് ആയിട്ട് കുറച്ചാൽ മതി. അപ്പോൾ അത് 50% സ്പീഡ് റൊട്ടേറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് 207.5 ആയിട്ട് കുറക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AC ഡ്രൈവ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ വോൾട്ട് പെർ ഫ്രീക്വൻസി റേഷ്യോ 50 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിൻ്റെ മുകളിൽ നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ, റേറ്റഡ് സ്പീഡിന് മുകളിലാണ് നമുക്ക് സ്പീഡ് വേണ്ടതെങ്കിൽ നമുക്ക് 50 ഹെർട്സിന് മുകളിൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്താൽ നമുക്ക് റേറ്റഡ് സ്പീഡിന് മുകളിലുള്ള സ്പീഡ് കിട്ടും. പക്ഷേ നമ്മളെ സപ്ലൈ വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജിനെക്കാട്ടിലും ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ റേറ്റഡ് ഫ്രീക്വൻസി വരെ മാത്രമേ നമുക്ക് കോൺസ്റ്റൻ്റ് ടോർക്ക് ലഭിക്കുള്ളൂ. അതിന് മുകളിൽ സ്പീഡ് വർദ്ധിക്കും, പക്ഷേ ടോർക്ക് കുറയും. ഇപ്പോൾ നമ്മൾ DC മോട്ടറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ 50 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസിയിൽ ആണ് മെഷീൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ, അതിന് താഴെയുള്ള ഫ്രീക്വൻസിയിലാണ് മെഷീൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു റീജിയനെ നമുക്ക് കോൺസ്റ്റൻ്റ് ടോർക്ക് റീജിയൻ എന്ന് വിളിക്കാം. ഇനി 50 ഹെർട്സിന് മുകളിലാണ് മെഷീൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ മോട്ടറിൻ്റെ സ്പീഡ് റേറ്റഡ് സ്പീഡിനെക്കാളും വർദ്ധിക്കും. പക്ഷേ നമുക്ക് ടോർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ സാധിക്കില്ല. കാരണം വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജിനെക്കാട്ടിലും കൂട്ടാൻ വേണ്ടി നമുക്ക് പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റീജിയനെ നമ്മൾ കോൺസ്റ്റൻ്റ് ഹോഴ്സ് പവർ റീജിയൻ എന്ന് പറയും. അതായത് നമുക്ക് 50 ഹെർട്സിന് മുകളിൽ ഈ വോൾട്ട് പെർ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഈ 25 ഹെർട്സിൽ വോൾട്ട് പെർ ഹെർട്സ് റേഷ്യോ 8.3 മെയിൻറ്റെയിൻ ചെയ്യാം. 50 ഹെർട്സിലും 8.3 മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ 70 ഹെർട്സിൻ്റെ കേസിൽ നമുക്ക് വോൾട്ട് പെർ ഹെർട്സ് റേഷ്യോ 5.93 ആയിട്ട് കുറയും. കാരണം വോൾട്ടേജ് 415 മുകളിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ഹെർട്സ് ഫ്രീക്വൻസി കൂടി, അപ്പോൾ വോൾട്ട് പെർ ഹെർട്സ് റേഷ്യോ കുറയും. അതുപോലെ 90 ഹെർട്സിൽ 4.61 ആയിട്ട് കുറഞ്ഞു. ഈ സമയങ്ങളിൽ ഫ്ലക്സ് അതുപോലെ ടോർക്ക് കുറയുകയാണ് സംഭവിക്കുന്നത്. നമുക്ക് മോട്ടറിൻ്റെ റേറ്റഡ് സ്പീഡിന് മുകളിൽ സ്പീഡ് വേരിയേഷൻ പോസിബിളാണ്. പക്ഷേ ആ സമയത്ത് മോട്ടോറിൻ്റെ റേറ്റിങ്ങിനേക്കാളും കൂടുതൽ പവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു
റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ഫീൽഡ് വീക്കനിങ്. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് AC drive. There are 3 basic sections called converter അല്ലെങ്കിൽ റെക്ടിഫയർ, DC ലിങ്ക് അല്ലെങ്കിൽ DC ബസ്, പിന്നെ ഒരു ഇൻവേർട്ടർ. അതിൽ ഫസ്റ്റ് പാർട്ടാണ് കൺവേർട്ടർ ആൻഡ് DC ലിങ്ക്. അതിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. അത് 3 phase സപ്ലൈ DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ DC ലിങ്കിൽ ഒരു ഇൻഡക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ചോക്ക് ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ DC ലിങ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത DCയെ പ്യുവർ DC ആയിട്ട് കൺവേർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ DCയെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫിൽറ്ററാണ്, ഒരു ഫിൽറ്ററാണ്, നമ്മൾ LC ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. കൺട്രോൾ ലോജിക് ആൻഡ് ഇൻവെർട്ടർ. മോട്ടോറിലേക്കുള്ള വോൾട്ടേജ് അതുപോലെ ഫ്രീക്വൻസി എന്നിവ കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ ലോജിക് ആൻഡ് ഇൻവെർട്ടർ സെക്ഷനാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് ഇൻവെർട്ടറാണ്, PWM ഇൻവെർട്ടർ. ഇൻവെർട്ടറിൽ 6 സ്വിച്ചിങ് ഡിവൈസസ് ഉണ്ടാവും. 1 2 3 4 5 6. നമ്മൾ വേരിയസ് ഡിവൈസുകൾ യൂസ് ചെയ്യാം. തൈറിസ്റ്റേഴ്സ്, ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സ്, മോസ്ഫെറ്റുകൾ, IGBTകളൊക്കെ ഈ സ്വിച്ചിങ് ഡിവൈസായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ IGBT ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. IGBT എന്ന് വെച്ചാൽ ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ, നമ്മൾ പഠിച്ചതാണ്. ഈ കൺട്രോൾ ലോജിക്ക് അതിൽ മൈക്രോ പ്രോസസ്സേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അത് ഈ IGBTയെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി, ഓണാക്കാനും അതുപോലെ ഓഫാക്കാനും വേണ്ടി റിക്വയർഡ് വോൾട്ടേജ്, ഫ്രീക്വൻസി എന്നിവ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ IGBTയെ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ചെയ്യേണ്ടതുണ്ട്. അതാണ് കൺട്രോൾ ലോജിക്കിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇതാണ് ഒരു AC ഡ്രൈവിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് AC ഡ്രൈവ്. ദ യൂസസ് കൺവെൻഷണൽ ലോ കോസ്റ്റ് 3 phase ഇൻഡക്ഷൻ മോട്ടോർ ഫോർ മോസ്റ്റ് ആപ്ലിക്കേഷൻ. നമ്മൾ 3 phase ഇൻഡക്ഷൻ മോട്ടറാണ് മെഷീനായിട്ട്, മോട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് മെയിൻ്റനൻസ് കുറവാണ്, അതിന് എക്സ്പെൻസസ് കുറവാണ്. ആസ് കമ്പയർഡ് ടു DC മോട്ടോർ വലിപ്പം കുറവാണ്, ലൈറ്ററാണ്, അവൈലബിലിറ്റി കൂടുതലാണ്. നമുക്ക് ഹൈ സ്പീഡ് ഓപ്പറേഷന് നമുക്ക് പോസിബിളാണ്. AC മോട്ടോർ വെച്ച് 2500 RPM മുകളിലുള്ള സ്പീഡൊക്കെ പോസിബിളാണ്. കാരണം അതിൽ പ്രഷസ് ഇല്ല, കമ്മ്യൂട്ടേറ്റേഴ്സ് ഇല്ല. അവ കൊണ്ടുള്ള പ്രോബ്ലംസ് ഒന്നും AC മോട്ടോറുകളിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കൊറോസീവ്, എക്സ്പ്ലോസീവ് എൻവറോൺമെൻറ്റ്സിലൊക്കെ നമുക്ക് സ്പെഷ്യൽ എൻക്ലോസേഴ്സ് ഉപയോഗിച്ച് AC മോട്ടോർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഡിസഡ്വാൻറ്റേജസ്: ലോ സ്പീഡിൽ ആ മോട്ടർ സെൽഫ് കൂളിംഗ് പോസിബിൾ അല്ല എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. അതുപോലെ AC ഡ്രൈവിൽ കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ആവശ്യമാണ്. അത് ഫാൾട്ട് റെക്ടിഫിക്കേഷൻ കോസ്റ്റ്ലി ആക്കുന്നു. അതുപോലെ തന്നെ ഈ പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് ഇൻവെർട്ടർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വേവ് പ്യുവർ സൈൻ വേവ് അല്ല. അത് പവർ ക്വാളിറ്റി കുറക്കാൻ കാരണമാവും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. കമ്പാരിസൺ ബിറ്റ്വീൻ AC ആൻഡ് DC ഡ്രൈവ്സ്. DC ഡ്രൈവ് അതിലെ കൺട്രോൾ സർക്യൂട്ട്, പവർ സർക്യൂട്ടൊക്കെ സിമ്പിളാണ്. AC ഡ്രൈവിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. DC ഡ്രൈവ്സിൽ മെയിൻ്റനൻസ് കൂടുതലാണ്, കാരണം അതിൽ കമ്മ്യൂട്ടേറ്റർ ഉണ്ട്, ബ്രഷസ് ഉണ്ട്. AC ഡ്രൈവ് മെയിൻ്റനൻസ് കുറവാണ്. ദി കമ്മ്യൂട്ടേറ്റർ മേക്സ് ദി മോട്ടോർ ബൾക്കി, കോസ്റ്റ്ലി ആൻഡ് ഹെവി. കമ്മ്യൂട്ടേറ്റർ ഉണ്ട്, അതുകൊണ്ട് തന്നെ മോട്ടർ ബൾക്കിയാണ്, കോസ്റ്റ്ലിയാണ്, അതുപോലെ ഹെവിയാണ്. സ്ക്വിറൽ കേജ് മോട്ടോഴ്സിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് DC ഡ്രൈവ് കൺവെൻഷണൽ അതുപോലെ സോളിഡ് സ്റ്റേറ്റ് കൺട്രോളുകൾ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ AC ഡ്രൈവ്സിൽ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ഉപയോഗിച്ചിട്ട്, ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പീഡ് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം. പക്ഷേ കൺവെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട്
സ്റ്റെപ്പ്ഡ് സ്പീഡ് ചേഞ്ചിങ് മാത്രമേ പോസിബിൾ ഉള്ളൂ. കാരണം ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്പീഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ടാപ്പിങ്സിനനുസരിച്ചുള്ള സ്പീഡ് വേരിയേഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ. സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്പീഡ് വേരിയേഷൻ പോസിബിൾ അല്ല. അതുപോലെ തന്നെ പോൾ ചേഞ്ചിങ് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പോളിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് സ്പീഡിലെ വേരിയേഷൻ വരും, കുറയുന്നതിനനുസരിച്ച് സ്പീഡിൽ വേരിയേഷൻ വരും. അതൊക്കെ ഒരു സ്റ്റെപ്പ്ഡ് ആണ്. സ്മൂത്ത് ആയിട്ടുള്ള വേരിയേഷൻ പോസിബിൾ അല്ല. കൺവെൻഷണൽ മെത്തേഡിൽ സ്പീഡ് വേരിയേഷൻ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. AC ഡ്രൈവ്സിൽ സ്പീഡ് ആൻഡ് ഡിസൈൻ റേറ്റിംഗ് ആർ ലിമിറ്റഡ് ഡ്യൂ ടു കമ്മ്യൂട്ടേഷൻ പ്രോബ്ലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ കൂടിയ സ്പീഡിൽ DC ഡ്രൈവുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ AC ഡ്രൈവ് അതിൽ കമ്മ്യൂട്ടേറ്റേഴ്സിൻ്റെ പ്രോബ്ലംസ് ഇല്ല, ബ്രഷസിൻ്റെ പ്രോബ്ലംസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്പീഡിൽ AC ഡ്രൈവ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് പോസിബിളാണ്. പക്ഷേ അതിനൊരു അപ്പർ ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ഡ്രൈവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.